അങ്ങനെ നീണ്ട ഒരു ഇടവേളയ്ക്ക് ശേഷം നമ്മൾ മമ്മൂക്കയുടെ സിനിമ ഇതാ റിലീസായി കിടക്കും. പൊന്നാര മക്കളെ ഒന്നും പറയാനില്ല എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം പറയാനൊന്നുമില്ല. ആ നിലക്കാണ് മമ്മൂക്ക ഈ കാട്ടിക്കൂട്ടിയിട്ടുള്ളത്. മമ്മൂക്ക ഒരു ലോങ് ലീവ് എടുത്തിട്ടുണ്ടായിരുന്നു നമ്മുടെ മലയാള സിനിമയിൽ. കളങ്കാവലിലൂടെയാണ് വീണ്ടും തിരിച്ചു വന്നിട്ടുള്ളത്. എന്താ പെർഫോമൻസ്! മമ്മൂക്കയുടെ അസുഖത്തിനെ പറ്റിയൊക്കെ നമുക്ക് അറിയുന്നതാണ്. അതൊക്കെ എന്താണ് പടപൊരുതി വിജയിച്ചു എന്നൊക്കെ പറയില്ലേ, അതുപോലെ അതിനോടൊക്കെ പോരാടി മമ്മൂക്ക തിരിച്ചു വന്ന് ആദ്യമായി റിലീസിന് വന്ന സിനിമയാണ് ഈ കളങ്കാവൽ എന്ന് പറഞ്ഞ സിനിമ. കളങ്കാവൽ കളങ്കാവൽ സൈനേഡ് മോഹന്റെ ഒരു മാസ് പെർഫോമൻസ് എന്നൊക്കെ പറയില്ല. എന്താണ് ഈ മനുഷ്യനെ കാട്ടി വെച്ചുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു മഹാസംഭവം. എന്താണ് മഹാസംഭവം തന്നെയാണ് ഈ മനുഷ്യൻ കാട്ടിവെച്ചുള്ളത്. കാരണം സിനിമ കാണാൻ പോയി, സിനിമ കണ്ട്, സിനിമയുടെ ഈ അഭിപ്രായങ്ങൾ പറയുന്ന സമയത്തല്ല എന്താണ് ഇയാള് ഈ മനുഷ്യനെ കാട്ടി വെച്ചുള്ളത്, എന്ത് സംഭവമാണ്, നമുക്ക് എന്റർടൈൻമെന്റ് ആണ് ഈ കാട്ടി വെച്ചുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയാൻ വാക്കുകളില്ല. ആ നിലക്കാണ് ഇയാള് എന്തായുള്ളത് പെർഫോം ചെയ്തു വെച്ചിട്ടുള്ളത്. സാധാരണ നമ്മൾ ബ്രഹ്മയുഗം കണ്ടതാണ്. ബ്രഹ്മയുഗത്തിന് സംസ്ഥാന അവാർഡ് അടക്കം കിട്ടിയതാണ്. പക്ഷെ അതിനേക്കാളും ഒരു 100 ഇരട്ടി പെർഫോമൻസ് ആണ് ഇന്ത്യയിൽ കാഴ്ചവെച്ചിട്ടുള്ളത്. കളങ്കാവലിൽ മമ്മൂക്ക കാഴ്ചവെച്ചിട്ടുള്ളത്. ഒന്നും പറയാനില്ല. ഈ മനുഷ്യന് ഇത് ഈ അഭിനയത്തിന്റെ ആർത്തി കൊണ്ട് എന്തൊക്കെ കാട്ടലുകളാണ് ഈ കാട്ടിക്കൂട്ടണെന്ന് ഒരു ചിന്തിച്ചു കഴിഞ്ഞാല് കാരണം അദ്ദേഹത്തിന് സിനിമയോടുള്ള ആഗ്രഹം, ആർത്തി എന്നൊക്കെ പറയേണ്ടി വരും. ഓരോരോ മുഖത്ത് വരുന്ന ഭാവങ്ങൾ മാറി മാറി വരുന്നത് കണ്ടു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഇങ്ങനെ നെഗറ്റീവ് റോളൊക്കെ മമ്മൂക്ക ചെയ്യുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും എന്ത് വരും, ഒരു വെറുപ്പ് വരുന്ന ഒരു രീതി ഉണ്ടല്ലോ. അതായത് ആ കഥാപാത്രത്തോട് നമുക്ക് ഒരു വെറുപ്പ് വരും. ആ നിലക്കൊക്കെയുള്ള പെർഫോമൻസുകളാണ് നമ്മളെ മമ്മൂക്ക ഇതിൽ കാഴ്ചവെച്ചുള്ളത്. നെഗറ്റീവ് റോള് എങ്ങനെ മനുഷ്യന് ഇത് ഇങ്ങനെയൊക്കെ അടിപൊളിയായിട്ട് ചെയ്തെടുക്കണമെന്ന് നോക്കിക്കഴിഞ്ഞാൽ അതൊരു അങ്ങനെ ആലോചിച്ച് കഴിഞ്ഞാൽ ഒരു എത്തും പിടി കിട്ടില്ല. ആ നിലക്ക് മലയാള സിനിമയിൽ ഇങ്ങനെ ഒരു നെഗറ്റീവ് റോൾ ചെയ്യാൻ മമ്മൂക്കാനെ കഴിഞ്ഞേ ആരുള്ളൂ എന്നുള്ളത് അതൊരു സത്യമാണ്. വേറൊരു ഒരു നടൻ മലയാള സിനിമയിൽ മമ്മൂക്കാടെ പോലെ അഭിനയിക്കാൻ പറ്റിയ ഒരാളില്ല. കാരണം അത്രക്കും മാസ് പെർഫോമൻസ് ആണ് മമ്മൂക്ക ഇതിൽ കാഴ്ചവെച്ചുള്ളത്. വിനായകന്റെ റോളും വിനായകൻ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ മറ്റുള്ള അഭിനേതാക്കളൊക്കെ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇത് മമ്മൂക്കാടെ സിനിമ എന്ന് പറയുമ്പോൾ കൂടുതൽ നമ്മൾ പറയേണ്ടത് മമ്മൂക്കാനെ തന്നെയാണ്. അല്ലാണ്ട് മറ്റുള്ളവരെ പറ്റിയിട്ട് നമ്മൾ കൂടുതൽ പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ അവരൊക്കെ അടിപൊളിയായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. പക്ഷെ ഈ സംഭവം നമ്മൾ കാശ് കൊടുത്തു കഴിഞ്ഞാൽ മുതലാവും, അത് 100% ഉറപ്പാണ്. കളങ്കാവൽ എന്ന് പറഞ്ഞ സിനിമ നിങ്ങൾ കാണാൻ പോയി കഴിഞ്ഞാൽ നിങ്ങളെ കാശ് നിങ്ങൾക്ക് എന്താവില്ല, നഷ്ടാവില്ല. അത് നിങ്ങൾക്ക് മുതലായി കിട്ടും. 150, 200, 250, 300 മുതൽ തുടങ്ങിയിട്ടുള്ള ഈ കാശുണ്ടല്ലോ, നമ്മൾ ഇത് സിനിമ കാണാൻ പോയി കഴിഞ്ഞാൽ നമ്മളെ കാശ് മുതലാവും. അത് 100% ഉറപ്പാണ്. അത്രയും അടിപൊളിയാണ്. അയ്യോ അയ്യോ എൻ്റെ കാശ് പോയി, അയ്യോ എൻ്റെ കാശ് പോയത് കരയേണ്ട ഒരു ആവശ്യം തോന്നില്ല. ഈ സിനിമയിൽ വരില്ല. കാരണം ആ യാതി പെർഫോമൻസ് മമ്മൂക്ക കാഴ്ചവെച്ചിട്ടുണ്ട്. മമ്മൂക്കയുടെ ജീവിതത്തിൽ അഭിനയ കരിയറിൽ തന്നെ ഏറ്റവും നല്ല കഥാപാത്രങ്ങളിൽ ഏറ്റവും മികച്ച ഒരു കഥാപാത്രമായിരിക്കും ഈ സൈനൈഡ് മോഹൻ എന്നുള്ളതിൽ യാതൊരുവിധ സംശയവുമില്ല. കാരണം അത് സിനിമ കണ്ടിറങ്ങുന്ന എല്ലാവർക്കും ആ ഒരു അഭിപ്രായം തന്നെ ഉണ്ടാവുള്ളൂ. ഇങ്ങനെ നെഗറ്റീവ് റോൾ ഈ മനുഷ്യന് ചെയ്യുമ്പോൾ ഉണ്ടല്ലോ, അതിനൊരു പ്രത്യേക ധൈര്യം വേണം. ആ ധൈര്യം ഉള്ളത് മമ്മൂക്കാക്ക് തന്നെയാണ്. അല്ലാണ്ട് വേറൊരു നടൻ മലയാളത്തിൽ വേറൊരു നടനക്ക് ഇങ്ങനെ അഭിനയിക്കാനും പറ്റില്ല, ഇങ്ങനത്തെ ഒരു ധൈര്യം ഉണ്ടാവില്ല. കാരണം അഭിനയത്തിനോടുള്ള ആർത്തി, അതിനോടുള്ള ഭ്രമം, അതാണ് മമ്മൂക്കാക്ക് ഇങ്ങനത്തെ പ്രത്യേകതര അഭിനയത്തിനും അതുപോലെ തന്നെ ഇങ്ങനത്തെ റോളുകൾ തിരഞ്ഞെടുക്കാനുള്ള ഒരു ഐറ്റംസ് എന്നാണ് എനിക്ക് മനസ്സിലായത്. അതുപോലെ തന്നെ എല്ലാവർക്കും മനസ്സിലാവും. കാരണം ആ മനുഷ്യൻ പുതിയ 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 ഭാവങ്ങളും പുതിയ പുതിയ രൂപങ്ങളും തേടുന്നൊരു വ്യക്തിയാണ്. മലയാള സിനിമയിൽ എന്താ പറയുക, മമ്മൂക്കാനെ കവച്ചു വെക്കാൻ, മമ്മൂക്കാനെ വെല്ലാൻ ഇനി ഒരു മനുഷ്യൻ വരില്ല എന്ന് 100% ഉറപ്പാണ്. അഭിനയത്തിന്റെ കാര്യത്തിൽ എന്താ പറയുക, രാജാവല്ല രാജാക്ക് മേലെയാണ്. അപ്പോൾ കളങ്കാവൽ കാണാൻ വേഗം പോയിക്കോളി മക്കളെ. ബുക്ക് ചെയ്തോളി. ബുക്ക് ചെയ്യാത്തവരൊക്കെ പോയി ടിക്കറ്റ് എടുത്ത് കണ്ടോളി. കാശ് 100% ഉറപ്പാണ്. കാശ് മുതലാവും. ഇങ്ങനത്തെ ഒരു പെർഫോമൻസ് നിങ്ങൾ ജീവിതത്തിൽ കണ്ടിട്ടുണ്ടാവില്ല. ആ ജാതി പെർഫോമൻസ്. അപ്പോൾ വെക്കം വിട്ടോളി മക്കളെ. വാഴക്കണ്ട കളങ്കാവൽ തിയേറ്ററിൽ തന്നെ കാണാൻ നോക്കിക്കോളി. OTT വരാൻ വേണ്ടി കാത്തിരിക്കണ്ട. അപ്പോൾ വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.